കോട്ടൂർ ആനക്കൂട്ട്, അവിടുത്തെ കുട്ടിയാന സംഘം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കോട്ടൂർ. ട്രിവാൻഡ്രത്ത് വരുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതിക്കുന്ന ചെറിയ ആനയുടെ പേര് പൊടിച്ചി എന്നാണ്. പൊടിച്ചി, അതെ, 10 വയസ്സുണ്ട്. ബാക്കിൽ നിൽക്കുന്നത് മിന്ന, 22 വയസ്സ്. ഇവിടെ ബാക്കിൽ, നമ്മുടെ ബാക്കിലായിട്ട് നിൽക്കുന്ന അമ്മു, 23 വയസ്സ്. അവിടെ അമ്മു 23 വയസ്സല്ലേ? മിന്ന നമ്മുടെ 15 ആനയെ കുളിപ്പിക്കുന്ന ടൈമൊക്കെ എപ്പോഴാ? രാവിലെ 9:30 9:30 കുളിപ്പിച്ചു നിർത്തും. എന്നും കുളിപ്പിക്കും? എന്നും കുളിപ്പിക്കും, 2 നേരം. അടിപൊളി, താങ്ക് യു. വെൽക്കം. കോട്ടൂർ എക്കോ ടൂറിസത്തില് നമ്മൾ ഇനി അടുത്തത് 15 ആനയാണുള്ളത്. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഒരു 86 വയസ്സുള്ള ഒരു ആനയാണ്. എന്തോ ഒരു പേര് പറഞ്ഞു, സോമൻ എന്നാണ് അതിന്റെ പേര്. ആനകളുടെ ആയുസ് എത്ര ഉണ്ടാവുമെന്ന് ഇവിടെ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് 120 വയസ്സ് വരെ ആന പുല്ല് പോലെ നിൽക്കുന്നവരാണ്, പയർ പോലെ നിൽക്കുന്നവരാണ്. നമ്മളെ ഇക്കിഗായ് എന്ന ബുക്കില് പറഞ്ഞതുപോലെ ജപ്പാനിലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവരുടെ ആയുസ് 120 എന്ന് പറഞ്ഞ പോലെ ആനയുടെ ആയുസാണ് അവർക്കുള്ളതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമുക്ക് സോമനെ ഒന്ന് കാണാം. സോമൻ 86 വയസ്സ്, 86-85. ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു. സോമനെ അങ്ങനെ കുളിപ്പിച്ച് അർമാദിക്കണം. 86 വയസ്സുള്ള സോമൻ ഇപ്പോഴും കുളിക്കുന്നു. നമ്മളൊക്കെ ഇത് കണ്ട് പഠിക്കണം. ചെറുപ്രായത്തിൽ പോലും നമ്മൾ നേരെ കുളിക്കുന്നില്ല. ഇവനൊന്നും നേരെ കുളിക്കുന്നില്ല, കുളിക്കാനൊന്നും വന്നു. അടിപൊളി. അർമാദിക്കുക തന്നെ സോമൻ. പിന്നെ ട്രെക്കിംഗ് ഉണ്ട്. ട്രെക്കിംഗ് ഉള്ള 2 സ്ഥലം, മീൻമുട്ടിയും പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടെ പറയുന്നത് കേട്ടു. അവിടെ വണ്ടി പോവും, വണ്ടി പോയിട്ട് സ്റ്റേ വരെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ എൻക്വയറി നടത്തണമെങ്കിൽ എൻട്രൻസിൽ ചോദിച്ചാൽ മതി. നല്ലൊരു വൈബാണ്. ഫ്രഷ് എയർ കൊള്ളണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് ട്രെക്കിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്ത് കോട്ടൂർ എക്കോ ടൂറിസം സെന്ററിലേക്ക് വരിക. അടിപൊളിയാണ്. ഗവൺമെന്റ് ഗംഭീരമായിട്ട് അതിനെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഫീസ് കൊടുത്ത്, പാർക്കിംഗ് ഫീസ് കൊടുത്ത് അകത്ത് കയറാം. അപ്പോൾ കോട്ടൂർ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കാണണം കേട്ടോ, അടിപൊളിയാണ്.